ലോകത്തിലെ ഊർജ്ജ വിതരണത്തിന്റെ സ്ഥിരാകേന്ദ്രമായ ഖത്തറിന് ഇരുട്ടടി. അയൽക്കാർ തമ്മിൽ തല്ലുമ്പോൾ ഇടയിൽ നിൽക്കുന്നവൻ അടി കിട്ടുമെന്ന് പറയുന്നത് പോലെയാണ് ഇപ്പോൾ ഖത്തറിന്റെ അവസ്ഥ. ഇസ്രയേലും ഇറാനും തമ്മിലുള്ള പോരിൽ യാതൊരു ബന്ധവുമില്ലാത്ത ഖത്തറിന്റെ നട്ടലൊടിച്ചിരിക്കുകയാണ് ഇറാൻ നടത്തിയ മിന്നലാക്രമണത്തിൽ ഖത്തറിന്റെ വാതക ഉൽപാദന ശേഷിയുടെ 17% പൂർണ്ണമായും തകർന്നടിഞ്ഞത്. ഈ കേടുപാടുകൾ പരിഹരിച്ച് പഴയ നിലയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ ഇനി 3 മുതൽ 5 വർഷം വരെ സമയമെടുക്കും. ഖത്തർ എനർജി സിഇഒ സാദ് അൽ കാബിയാണ് ഈ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവിട്ടത്. പ്രതിവർഷം 12.8 ദശലക്ഷം ടൺ LNGയുടെ കുറവാണ് ഇനി വിപണിയിൽ ഉണ്ടാകാൻ പോകുന്നത്. ഇത് ഖത്തറിന് വരുത്തിവെക്കുന്ന നഷ്ടം പ്രതിവർഷം $20 ബില്യൺ, അതായത് ഏകദേശം ഒരു 1,60,000 കോടിയിലധികം രൂപ. ആകെയുള്ള 14 LNG ട്രെയിനുകളിൽ 2 എണ്ണവും ഒരു ഗ്യാസ് ടു ലിക്വിഡ് കേന്ദ്രവും ആക്രമണത്തിൽ തകർന്നു. ഇതോടെ ഇറ്റലി, ബെൽജിയം, ദക്ഷിണ കൊറിയ, ചൈന തുടങ്ങിയ രാജ്യങ്ങളുമായിട്ടുള്ള ദീർഘകാല കരാറുകൾ പാലിക്കാൻ കഴിയില്ല എന്ന് കാണിച്ച് ഖത്തർ ഫോഴ്സ് മജൂർ പ്രഖ്യാപിക്കാൻ നിർബന്ധിതരായിരിക്കുകയാണ്. ഫോഴ്സ് മജൂർ എന്നാൽ യുദ്ധം, പ്രകൃതി ദുരന്തങ്ങൾ പോലുള്ള നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത അപ്രതീക്ഷിതമായ കാരണങ്ങളാൽ ഒരു കരാർ പാലിക്കാൻ കഴിയാതെ വരുന്ന നിയമപരമായിട്ടുള്ള അവസ്ഥയാണ്. തങ്ങളുടെ വാതക കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് മറുപടിയായിട്ടാണ് ഇറാൻ ഗൾഫ് രാജ്യങ്ങളിലെ എണ്ണവാതക കേന്ദ്രങ്ങൾക്ക് നേരെ തിരിഞ്ഞത്. റംദാൻ മാസത്തിൽ ഒരു സഹോദര ഇസ്ലാമിക രാജ്യത്തിൽ നിന്ന് ഇത്തരമൊരു ആക്രമണം സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാണ് ഖത്തർ എനർജി സിഇഒ പറയുന്നത്. അമേരിക്കൻ എണ്ണ കമ്പനിയായിട്ടുള്ള എക്സോൺ മൊബീലിന് 34% പങ്കാളിത്തമുള്ള S4 ട്രെയിനും 30% പങ്കാളിത്തമുള്ള S6 ട്രെയിനുമാണ് തകർന്നത്. പ്രമുഖ കമ്പനിയായിട്ടുള്ള ഷെല്ലിന് പങ്കാളിത്തമുള്ള കേന്ദ്രങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഇത് നന്നാക്കിയെടുക്കാൻ ചുരുങ്ങിയത് 1 വർഷമെങ്കിലും എടുക്കും എന്നാണ് പറയുന്നത്. ഇതിന്റെ പ്രത്യാഘാതം LNGയിൽ മാത്രം ഒതുങ്ങുന്നില്ല എന്നതാണ് സാധാരണക്കാരെ പോലും ബാധിക്കുന്ന ഏറ്റവും വലിയ ആശങ്ക. ഖത്തറിന്റെ കണ്ടൻസേറ്റ് കയറ്റുമതി 24%, LPG കയറ്റുമതി 13% ഇടിയും. ഹീലിയം ഉൽപാദനം 14%, നാഫ്ത, സൾഫർ എന്നിവയുടെ കയറ്റുമതി 6% കുറയും. ഇന്ത്യയിലെ ഹോട്ടലുകളിൽ ഉപയോഗിക്കുന്ന LPG ഗ്യാസിന്റെ ലഭ്യതയെ മുതൽ ദക്ഷിണ കൊറിയയിലെ കമ്പ്യൂട്ടർ ചിപ്പ് നിർമ്മാണത്തിന്റെ ആവശ്യമായിട്ടുള്ള ഹീലിയത്തിന്റെ വിതരണത്തെ വരെ ഇത് സാരമായി ബാധിച്ചേക്കാം. തകർന്ന യൂണിറ്റുകൾ നിർമ്മിക്കാൻ മാത്രം ഏകദേശം $26 ബില്യൺ ഇതുവരെ ചിലവായത്. പുതിയ സാഹചര്യത്തിൽ ഖത്തറിന്റെ വൻകിട പദ്ധതിയായിട്ടുള്ള നോർത്ത് ഫീൽഡ് വിപുലീകരണവും 1 വർഷത്തിലധികം വൈകാനാണ് സാധ്യത. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധം അവർക്കിടയിലെ വിഷയമാണെന്നും ലോകത്തിന്റെ ആകെ ആവശ്യമായിട്ടുള്ള ഊർജ്ജ കേന്ദ്രങ്ങളെ ഈ സംഘർഷത്തിൽ നിന്ന് എല്ലാവരും ഒഴിവാക്കണമെന്നും ഖത്തർ ലോകരാജ്യങ്ങളോട് അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. ഈ ഒരൊറ്റ ആക്രമണം ഗൾഫ് മേഖലയെ 10 മുതൽ 20 വർഷം വരെ പിന്നോട്ടടിച്ചെന്നാണ് വിലയിരുത്തൽ. കൂടാതെ ലോകമെമ്പാടുമുള്ള നിക്ഷേപകർക്കും സാധാരണക്കാർക്കും മുന്നിൽ ഗൾഫ് മേഖല കെട്ടിപ്പടുത്ത സുരക്ഷിതമായിട്ടുള്ള ഒരു ഇടം എന്ന ഒരു വലിയ പ്രതിച്ഛായ കൂടിയാണ് ഈ മിസൈലുകൾക്ക് മുന്നിൽ തകർന്നു വീണിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളം.